എന്തുകൊണ്ടാണ് മുജാഹിദ് പള്ളിക്കല് ഭായിമാരെ ഇമാം നിൽക്കുന്നത്? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുന്നാവും. മിക്ക പള്ളിക്കലും ഭായിമാരാകാരം ഇമാമാരായിട്ട് ഉണ്ടാകല്. ജമാഅത്ത് പള്ളിക്കലും ഏകദേശം ആ അവസ്ഥ തന്നെയാണ് കേട്ടോ. മിക്ക പള്ളിക്കലും ഇമാമാരായിട്ട് ഭായിമാരാക്കാറുണ്ടാകും. അപ്പൊ അതിന്റെ കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കാം. അതിന്റെ മുമ്പ് ഭായിമാര് മോശമാണെന്ന് അഭിപ്രായം എനിക്കില്ല കേട്ടോ. ഒരു കാലത്തുണ്ടെങ്കിൽ നമ്മദിയാന്റെ താഴാണ്, മലയാളികളുടെ താഴാണ് മതപഠനത്തിലും ഇമാം നിൽക്കണിലും ഓത്തിലും ബിസിനസ്സിലും എല്ലാത്തിനും മലയാളികളായിട്ട് താഴാണ് ബംഗാളികളും മറ്റു ഭായിമാരും എന്നുള്ള ചിന്ത ഉണ്ടേനി. ഇപ്പൊ ചിന്തയില്ല. അവരും നമ്മദിയാണ്ട് എത്രയോ ഭംഗിയായിട്ട് ഓതുന്ന ആൾക്കാരും എല്ലാ വിഷയത്തിലും നമ്മദിയാണ്ട് മേലുള്ള ഇഷ്ടംപോലെ ആളുകളുണ്ട്. എല്ലാവരും ശരാശരി വെച്ച് നോക്കുമ്പോൾ നമ്മൾ തന്നെയാണ് മുന്നിൽ എങ്കിലും. അപ്പൊ നമ്മൾ അതിലേക്ക് കടക്കുക. ഭായിമാരെ നിർത്തിയുള്ള ഗുണം, ഏറ്റവും വലിയ ഗുണം കമ്മിറ്റിക്കാർക്കാണ്. അവർക്ക് പൊതുവെ തലവേദന കുറഞ്ഞിട്ടും ഭായിമാരെ നിർത്തിയാല്. ആ നാട്ടുകാർ തലവേദന ആണ്, ഭയങ്കര തലവേദന ആണെന്നല്ല കേട്ടോ പറഞ്ഞു. പക്ഷെ എന്നാലും അതിന്റെ കാര്യങ്ങൾ പറയാതെ നമ്മൾ ഒന്നാമത്തെ കാര്യത്തിൽ കേൾക്കുക. ശമ്പളം, അത് കുറഞ്ഞ ശമ്പളം കൊടുത്താൽ മതിയാവും ഭായിമാർക്ക്. ഒരു 10-12,000 റുപ്യ എടുത്താല് ഭായിമാരെ കിട്ടും. ആ ഒരു ശമ്പളത്തിന് ഇപ്പൊ നാട്ടില് ഒരു മുജാഹിദ് പള്ളിക്ക് ഇമാമിക്കാന് നാട്ടുകാരെ കിട്ടൂല. നമ്മള് പരിശോധന അവന് കിട്ടാൻ ചാൻസ് കമ്മിയാണ്. അപ്പോൾ ഭായിമാരവ് 10-12,000. അപ്പൊ സുന്നിപ്പള്ളിക്കലൊക്കെ ഇമാമന്മാർക്ക് അങ്ങനെ തന്നെ ഉള്ളൂ, നാട്ടിലുള്ള ആൾക്കാരെല്ലാം നിൽക്കണമെന്ന് വെച്ചു. ശരിയാണ്. പക്ഷെ അവിടെ എന്ന് പറഞ്ഞാൽ മറ്റുള്ള രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ 10 റുപ്യ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഓരോ റാത്തീബ്, മൗലൂദ്, പിന്നെ ആണ്ട്, 3 തൈലീല്, അങ്ങനെ പല പ്രോഗ്രാമുകളും മൗലൂദന്മാർക്ക് ഉണ്ടാകും. അപ്പൊ അതുമായി സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ 10 റുപ്യ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ കബറങ്ങൾ ഓതല്, അങ്ങനെ കുറെ സാധ്യത ഉണ്ട്. പക്ഷെ മുജാഹിദ് പള്ളിക്കല് അങ്ങനത്തെ സാധ്യത ഒന്നുമില്ല. അന്നത്തെ ആ ഒരു 12,000 മിക്സഡാക്കി ആരെങ്കിലും എന്തെങ്കിലും സംഭാവന കൊടുത്താൽ കിട്ടി, അത്രേ ഉള്ളൂ. അത് ആരെങ്കിലും സർക്കായിട്ട് കൊടുത്താല്. അപ്പൊ ഈ മുജാഹിദിൽ പഠിച്ചു വരുന്ന ആളുകളൊക്കെ എന്താ ചെയ്യണേക്കും സ്വാഭാവികമായിട്ട് അവരെ ഭൗതിക പഠന കൂട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടാവും. എഞ്ചിനീയറോ ഡോക്ടറോ അധ്യാപകർ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് മിക്കവാറും ജോലി ഉണ്ടാവും ഈ പണ്ഡിതന്മാർക്ക് തന്നെ. അവര് മിക്കവാറും ഉണ്ടാകല് വെള്ളിയാഴ്ച കുത്തുബക്കായിരിക്കും. ഒരു പള്ളിയില് ഈ കുത്തുബ നേതൃത്വത്തിന് ഉണ്ടാകും. അത് കഴിഞ്ഞാലും പുറത്തുനിന്ന് ആരെങ്കിലും വന്നാലേ അവരവരുടേതായ ജോലിയിലേക്കും കാര്യങ്ങളിലേക്കും പ്രവേശിച്ചു. സ്ഥിരമായിട്ട് മതപരമായിട്ടുള്ള ഒരു ജോലിയിൽ ഏർപ്പെടുന്ന ആളുകൾ ശരാശരിയിലും മുജാഹിദിലും കുറവാണ്, മറ്റുള്ള വിഭാഗങ്ങളെ അപേക്ഷിച്ച് കുറവാണ്. അപ്പം പിന്നെ ഞാൻ ഈ ഭായിമാരെ നിർത്തുന്ന കാര്യം പറഞ്ഞല്ലോ. അത് തലവേദന കുറവ് പറഞ്ഞാല് ഇപ്പൊ നമ്മുടെ നാട്ടിൽ മലയാളികൾ നിൽക്കുമ്പോൾ ഒരുപാട് പ്രോഗ്രാമുകൾ, തേയില്, ആണ്ട്, മോന്റെ കല്യാണം, എളാപ്പാന്റെ മോന്റെ കല്യാണം, ഏട്ടന്റെ, അങ്ങനെ പല രൂപത്തിലുണ്ടാവും. പക്ഷെ ഇവരെ സംബന്ധിച്ച് ആ കൊല്ലത്തില് ഒരു ലീവ് മതിയാവും. അപ്പോഴാണ് കമ്മിറ്റിക്കാർക്കൊന്നും ഉണ്ടാവുള്ളൂ, ഒരു പ്രയാസം ഉണ്ടാവുള്ളൂ. അപ്പൊ എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്താൽ മതി. അപ്പോൾ സംഭവം മനസ്സിലായില്ല. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.